ചക്ല ഗ്രാമത്തിലെ രണ്ടാമത്തെ ദിവസമാണ്. നല്ല തണുപ്പുള്ള പ്രഭാതം. അഫ്സർ ചൂടുചായ രുചിക്കുന്നു. രാധാകൃഷ്ണൻ സാർ തൻ്റേതായ ശൈലിയിൽ തമാശകൾ വിളമ്പുകയാണ്. പാർത്ഥ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലും ഞങ്ങൾ അത് ചക്ലയിൽ നിന്നും ഞങ്ങൾ സുന്ദർബനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം അവിടെ കാണും. മറ്റന്നാൾ തിരിച്ചു വരും. ഇഷ്ടംപോലെ പച്ചക്കറികളും മീനും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം. രാവിലെ തന്നെ മാർക്കറ്റുകൾ വളരെ സജീവമാണ്. ഞങ്ങൾ പോകുന്ന ഗ്രാമം ഇവിടെ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തിലാണ്. ഓട്ടോറിക്ഷയിലാണ് യാത്ര. കേരളത്തിലെ കുട്ടനാടിനെ അനുസ്മരിപ്പിക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര. പക്ഷേ പാടങ്ങൾക്ക് പകരം മത്സ്യക്കെട്ടുകൾ ആണെന്ന വ്യത്യാസം മാത്രം. നാസിഘട്ട് എന്ന സ്ഥലമാണിത്. അക്കരയിലേക്ക് ബൈക്കും മറ്റും യാത്രക്കാരുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന കടത്താണിത്. ഉയരമുള്ള റോഡിൽ നിന്നും വളരെ വിദഗ്ധമായി ബൈക്കുകൾ കടത്തുവഞ്ചിയിലേക്ക് കയറ്റുന്ന കാഴ്ച അത്ഭുതകരമാണ്. അത് ചെയ്യുന്നത് പ്രത്യേക ആളുകളാണ്. യാത്രക്കാരെയും കാത്ത് മെഷീൻ വാനുകൾ റെഡിയാണ്. ഇതിവിടുത്തെ ഒരു പ്രധാന യാത്രാ മാധ്യമമാണ്. അങ്ങിങ്ങായി രാവിലെ തന്നെ ചിലർ മീൻപിടുത്തം ആരംഭിച്ചിരിക്കുന്നു. വളരെയധികം ഇഷ്ടികപ്പാടങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ പ്രദേശം. ഇതാണ് മലാഞ്ച ബജാർ. ഈ പ്രദേശത്തെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണിത്. ഇവിടമെല്ലാം സുന്ദർബനിന്റെ ഭാഗമായ പ്രദേശങ്ങളാണ്. എക്കൽമണ്ണ് നിറഞ്ഞ വെള്ളത്തിന് ചാര നിറമാണ്. ഞങ്ങൾ ഇന്നും നാളെയും താമസിക്കുന്ന സ്ഥലമെത്തി. സംഗ്ദാഹ എന്ന ഗ്രാമമാണിത്. നബ നിഗന്ധ എന്ന ചാരിറ്റി ഓർഗനൈസേഷന്റെ സ്കൂൾ ആണിത്. നബാദിഗന്ധ എന്നാൽ പുതിയ ചക്രവാളം എന്നാണ് അർത്ഥം. ഡോക്ടർ ഫറൂഖും അദ്ദേഹത്തിൻ്റെ ഭാര്യ നിലുഫയും കൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഈ നാടിനു വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡോക്ടർ ഫറൂഖിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. We are empowering women, distributing monthly sanitary napkin, giving them awareness about sanitary napkin and menstruation hygiene. Besides this, we are providing basic health care every week, free of cost. We are not taking a single penny. Full service is free, and I belong from very poor background, so that's motivate me to do something for the downtrodden people. Not only in Sundarban, also we have started work in 23 districts in Bengal. We have team in every district, and Nazar Bandhu from Kerala, he came here at 2010, I think. Since the beginning we are friend, and he also supporting me a lot. So with the help of Zero Foundation and other organization, we are providing basic healthcare, basic education, women empowerment work. We have distributed so many sewing machine, giving training of sewing machine,
We are also promoting child education, preventing school dropout. Lots of work is going on. Our main focus is on health sector and education sector. I have left from government job to give the better service for the society. During my internship, I have got some salary like 4.5 lakhs, and all the money I have distributed to the organization as a beginning. And my friends are engineers, doctors, and they are in different fields. They are also supporting me. All the donation are from personal source. So I need 1,20,000 per month to continue the work. And one thing I have to mention that Zero Foundation doing a Bengal Jatra every year. So many people are coming. They are also listening me, and they are also supporting. Hazar Bandhu have made 10 houses in my villages. Women and all, do you monitor their antenatal visits, or are there any awareness Actually, going on? we do only basic healthcare. We check blood pressure, sugar, thyroid. We are doing also lab testing in 50% discount. With you will see that the doctor will take some commission from the blood, but we are not taking any commission. We are taking telling the lab you give direct benefit to the beneficiary. നന്മകൾ ഇനിയും വറ്റാത്ത മനുഷ്യരുള്ള ഈ ഗ്രാമത്തിലൂടെ ഞങ്ങളൊന്ന് നടന്നു. ചെറിയ ചെറിയ പല വ്യവസായ യൂണിറ്റുകൾ ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചു. ഇതൊന്നും ഇവരുടെ സ്വന്തമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ സ്വന്തം വീട്ടിലിരുന്ന് പണിയുന്നു എന്ന് മാത്രം. ചെറുതാണെങ്കിലും നല്ല വൃത്തിയും വെടിപ്പുമുള്ള കൊച്ചു വീടുകൾ ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയാണ്. വീടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കുവാൻ ആരെയും ഇവർ അനുവദിക്കാറില്ല. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് അവർക്കുള്ളത് സമ്പാദിക്കുന്നു. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വേതനം വളരെ കുറവായ ഈ പ്രദേശത്ത് എല്ലാവരും ജോലി തിരക്കിലാണ് എന്ന വസ്തുത എന്നെ അതിശയിപ്പിക്കുന്നു. ചില വീടുകളൊക്കെ മണ്ണ് തേച്ച് പിടിപ്പിച്ചവയാണ്. അപ്രതീക്ഷിതമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിയെ സാരമായി ബാധിക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ദുരവസ്ഥ നല്ലൊരു ജനതയെ വാർത്തെടുക്കുന്നതിന് പ്രതികൂല ഘടകമാണ്. ഈ പ്രായമായ മനുഷ്യൻ തൻ്റെ കൈവിരുത് സാരിയിൽ പ്രതിഫലിപ്പിക്കുകയാണ്. ദിവസങ്ങൾ വേണ്ടി വരുന്ന ഈ പ്രവൃത്തി തീർത്താൽ കിട്ടുന്നതാകട്ടെ തുച്ഛമായ വരുമാനവും. എങ്കിലും ഇവർ സന്തുഷ്ടരാണ്. ഇതാണ് മുല്ലാപ്പട. പട എന്നാൽ ഗ്രാമമെന്നാണ് അർത്ഥം. മുല്ലാമാർ അധികമായി പാർക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ പേര്. പുറത്തുനിന്നും വരുന്നവർ ഇവർക്ക് അത്ഭുതമാണ്. വളരെ പെട്ടെന്ന് ധാരാളം ആളുകൾ ഞങ്ങളുടെ ചുറ്റും കൂടിയത് അമ്പരപ്പുളവാക്കി. ഏതോ അന്യഗ്രഹത്തിൽ നിന്നും വന്ന ആളുകളെ കാണുന്നത് പോലെയാണ് അവർ ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ വർക്ക് ചെയ്ത് കുറച്ചൊക്കെ ഭാഷ അറിയാവുന്നവർ ഞങ്ങളോട് സുഹൃബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു.
നിലുഫയുടെ സ്നേഹത്തോടു കൂടി നൽകിയ ഡിന്നറും പാട്ടും ഞങ്ങളുടെ യാത്രാക്ഷീണത്തെ മാറ്റി നിർത്തി. ഇനി നാളെ സുന്ദർബനിലെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.